വളരെ വ്യത്യസ്തമായൊരു വാർത്ത, എന്നാൽ എല്ലാവരെയും സംശയിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയുന്ന കാസർഗോട്ടെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തി. കാസർഗോഡ് കളക്ട്രേറ്റിലെ UD ക്ലർക്കായ യുവതി ചികിത്സ തേടിയപ്പോൾ ഇതായിരുന്നു സംഭവം. എന്നാൽ പിന്നാലെ ഈ 41 വയസ്സുകാരി അന്തരിക്കുകയായിരുന്നു. ഇതോടെ എല്ലാവർക്കും ഇതിൽ സംശയം വളരെയധികം തന്നെ ഇരട്ടിച്ചു. വിഷം ഉള്ളിൽ ചെന്നു എന്ന് നല്ല ബോധത്തോടെയാണ് വന്നത്. എന്നാൽ കാർ ഓടിച്ച് വരാൻ മാത്രമുള്ള സമയം അവർക്കുണ്ട് എന്നുള്ള ഒരു പാനിക് പോലും ഇല്ലാതെയാണ് അവർ നിന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്നതാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമായി എല്ലാവരും നേരെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ചെങ്കള അതിർക്കുഴിയിലെ ആശാലതയാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു ആശാലതയ്ക്ക്. ഓഗസ്റ്റ് 9-ാം തീയതി, അതായത് ഇന്നലെ ഞായറാഴ്ച ഉച്ച 12 മണിയോടെയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. കളക്ട്രേറ്റിലെ എൻഡോസൾഫാൻ സെല്ലിലായിരുന്നു ഇവർക്ക് സ്ഥിരമായ ജോലി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഓഗസ്റ്റ് 7-ന് ഉച്ചയ്ക്ക് 2:30-യോടെ ആശാലത സ്വന്തം കാറോടിച്ച് ചെങ്കള സഹകരണ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. വിഷം ഉള്ളിൽ ചെന്നതായി ആശുപത്രി അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ഇവർക്ക് പ്രാഥമിക ചികിത്സയും നൽകി. തുടർന്ന് ചെങ്കള ആസ്റ്റർ മിംസിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വൈകിട്ടത്തോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംഭവം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ആശാലതയിൽ നിന്നും നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിഷമം ഇവർ പങ്കുവച്ചിരുന്നതായി പുറത്തുവരുന്ന വിവരമുണ്ട്.